ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ അൽഫാം ഉണ്ടാക്കാൻ വേണ്ടി പോകണം. കള്ളപ്പന്നി. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എഡിറ്റിംഗ് സ്കില്ലും കൂടെ ഇതിൽ മെയിൻ ആയിട്ട് പറയേണ്ടതുണ്ട്. അതാണ് ഇതിൽ ഇമ്പോർട്ടന്റ്. കുറച്ച് ചോരമുഖത്ത് വരച്ചിരുന്നെങ്കിൽ അറപ്പങ്ങ് മാറിയത്. നമുക്ക് ആദ്യം ഒന്ന് കഴുകിയെടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി നല്ലോണം തേച്ച് കൊടുക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. വാവ്, അടിപൊളി സംഭവം ട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. അൽഫാം ഉണ്ടാക്കാൻ വേണ്ടി പോകണം. 6 രൂപ. ഈ 6 രൂപ ഇട്ടവന് കിട്ടിയ പീസ് ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഒന്ന് കളറായനെ. കള്ളപ്പന്നി. 500. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഫിറോസിക്ക റോസ്റ്റ്. ഓക്കെ, ഫിറോസിക്കയുടെ സൗണ്ട് വെച്ചിട്ട് പല വീഡിയോസുകൾ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എൻ്റെ മോനെ, ഇതൊക്കെയാണ് സ്കില്ലെന്ന് പറയുന്നത്. അർണോൾഡ് കട്ട്സ് മാരകം തന്നെ. ഓരോ പീസ് ഒരു സെക്കൻഡ് പോലും ഇല്ലാത്ത ഓരോ പീസുകൾ എടുത്തിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിലും വലിയ ട്യൂൺസ് സ്വപ്നങ്ങളിൽ മാത്രം. അത് കറക്റ്റ്. കാരണം ഇമാതിരി സാധനമൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവെന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു അപാര കഴിവ് തന്നെ. പിന്നെ നമ്മുടെ ഫിറോസിക്ക, കേരളക്കരയിൽ ഒരു യൂട്യൂബർ പോലും ഉണ്ടാക്കി തീർക്കാത്ത ഓളമാണ് നമ്മുടെ ഫിറോസിക്ക 4-5 വർഷം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടി പോത്ത് മന്തി. വലിയൊരു പോത്തിനെ കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് കഴുകിയെടുത്തു. കറുത്ത പോത്ത്, വെളുത്ത പോത്തായി. അത് നമ്മൾ നല്ല മസാലകൾ അടിപൊളിയായിട്ട് തേച്ച് പിടിപ്പിച്ചപ്പോൾ ഇതിനേക്കാളും മസാല സ്വപ്നങ്ങൾ മാത്രമല്ലേ. അപ്പോ ഇത് നമുക്കിതിനെ കുഴിയിൽ ഇറക്കണം. ഏറ്റവും വലിയ ടാസ്ക്. സീന് അതിനെ അതിൻ്റെ ഉള്ളിലിട്ട് മൂടിയാ. കഴിക്കുന്നില്ലേ? കഴിക്കണമല്ലോ. കഴിക്കാത്ത അതുകൂടെ വേണ്ടിയിരുന്നു പൊളിച്ചാൻ. എന്നാല് ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ഐറ്റം കാണാം. അപ്പൊ ഇന്നത്തെ പരിപാടി അത് സെയിം തന്നെ, പോത്ത് മന്തി. വലിയൊരു പോത്തിനെ കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് കഴുകിയെടുത്തു. കറുത്ത പോത്ത്, വെളുത്ത പോത്തായി. അത് നമ്മൾ നല്ല മസാലകൾ അടിപൊളിയായിട്ട് ഇതിനേക്കാളും വലിയ മസാല സ്വപ്നങ്ങൾ മാത്രമല്ലേ. ഇത് നമുക്കിതിനെ കുഴിയിൽ ഇറക്കണം. അതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ടാസ്ക്. ഇതാണ് ശരിക്കും നല്ല നാടൻ പോത്തുമന്തി അല്ലേ. എന്തായാലും കൊള്ളാം. വേറെ ലെവല് സാധനങ്ങൾ. പിള്ളേരൊക്കെ പടത്തിവിടുന്ന സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഞെട്ടിത്തേച്ച് നിന്നു പോകും. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു നമ്മളിങ്ങനെ ചിന്തിക്കും. റീൽസൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നോർമൽ റീൽസ് ഒരു പാട്ട് വെച്ചിട്ട് അതിൻ്റെ ബാക്കിലൂടെ ഇങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെ നടന്നു വരുന്നത് 1 മില്യൺ. റിയലി 1 മില്യൺ. ഒരു 100K ലൈക്ക് മിനിമം. പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് സ്കില്ല് തന്നെ വേണം. അപ്പൊ നമ്മൾ അൽഫാം ഉണ്ടാക്കാൻ വേണ്ടി പോകണം. നമുക്ക് കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് നമ്മൾ തരും. ആക്രാന്തം കാണിക്കാതെ ഇത് ആരും എടുക്കൊണ്ട് പോകും. இந்த கோழியை பார்த்தாலே தெரியும் நல்ல டேஸ்ட். கேரளா கோழி ரொம்ப பிரமாதம் ஜாண்டி. കൊള്ളാം. ചെറിയൊരു 5-10 സെക്കൻഡ് വീഡിയോ ഉള്ളൂ എങ്കിലും ഈ ലൈക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ വീഡിയോൻ്റെ പവർ. 2,43,216 ലൈക്ക്. ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്തിട്ട്, അതായത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്തിട്ട് 1,00,000 ലൈക്ക് അല്ലെങ്കിൽ ഒരു 50,000 ലൈക്ക് മേടിക്കുന്നത് വലിയ സംഭവമാണ്. റിയലി ഇതിനേക്കാൾ നമ്മൾ നോർമൽ റീൽസ് ചെയ്തിട്ട് സ്ലോമോ ഇട്ടിട്ട് 1 മില്യൺ ലൈക്ക് മേടിക്കുന്നതിനേക്കാൾ സംഭവമാണ് ഇങ്ങനെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്തിട്ട് ഒരു 50,000 1,00,000 ലൈക്ക് മേടിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. നല്ല ടേസ്റ്റ് ഉണ്ട്. മസാലന്റെയും എല്ലാം കൂടി അടിപൊളി.
നല്ല ടേസ്റ്റ് ഉണ്ട്. ആരിപ്പോ എന്തൊരു സാധനം കൊടുത്തു കഴിഞ്ഞാലും എടാ ഇതൊന്ന് കഴിച്ചേ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് തന്നെയാണ് ഇപ്പൊ എല്ലാവരും വായിന്നും വരുന്നത്. പലതരത്തിലുള്ള വാഴക്കൊല കണ്ടിട്ടുണ്ടാവും. പകുതി വഴിയിൽ നിന്ന് കൊലയ്ക്കുന്ന വാഴക്കൊല ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അത് എൻ്റെ സ്വന്തം വീട്ടിലുള്ള വാഴയാണ് ഇങ്ങനെ അതിക്രമം കാണിച്ചിരിക്കുന്നത്. മുകളിൽ പോയി കൊലയ്ക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് പകുതിനെ ആ സാധനത്തിന് പൊട്ടിച്ച്. ഇത് ഫിറോസ് ഖാന്റെ വീട്ടില് ഒരു വാഴ പകുതിന്ന് കൊലച്ചു. അത് ഒരു റീൽ ഇട്ടതായിരുന്നു. ഇവിടെ എവിടെയെങ്കിലും ഇവിടെ ഉണ്ട്. പലതരത്തിലുള്ള വാഴക്കൊല കണ്ടിട്ടുണ്ടാവും. പകുതി വഴിയിൽ നിന്ന് കൊലയ്ക്കുന്ന വാഴക്കൊല ഞാനിത് ആദ്യമായിട്ടാണ്. ഇത് ഫിറോസ് ഖാൻ റീൽസ് ഇട്ടപ്പം ആ ഒരു വോയിസിൽ റീൽസ് ചെയ്തത് 539 ആളുകളാണ്. ഓക്കെ, അതാണ് പവർ. പകുതി വഴിയിൽ നിന്ന് കൊലയ്ക്കുന്ന വാഴക്കൊല. എന്തായാലും ഈ ഒരൊറ്റ വീഡിയോക്കും 60,000 സംതിങ് ലൈക്ക് ഉണ്ട്. അതാണ് നമ്മുടെ ഫിറോസ് ഖാന്റെ പവർ. ആണ് ഫിറോസ് ഖാന്റെ പവറാണ് ഇവിടെ മെയിനായിട്ട്. പിന്നെ നേരത്തെ വീഡിയോയിൽ കാണിച്ചതൊക്കെ എഡിറ്റേഴ്സിൻ്റെ പവർ ഉണ്ട്. എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, അതൊരു ഒരു 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 വികാരമാണ്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് എഡിറ്റിങ്. പക്ഷേ വലിയ ഗുണമൊന്നുമില്ല എഡിറ്റ് ചെയ്തിട്ട്. അതാണ് പിന്നെ ഉള്ളത് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഇതായിരുന്നു. ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് നമുക്ക് ഫിറോസ് ഖാൻ്റെ സൗണ്ട് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ.